ഞായറാഴ്ച ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പാറുമോൾ അമ്മ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും കളിക്കാന്ന് പറഞ്ഞിട്ട് എവിടേക്ക് പോകാനാ മോളെ മഴയല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ അടുത്തുള്ള പാർക്കിലേക്ക് ഞാനും അച്ഛനും കൂടി കൊണ്ടുപോയിട്ടാ. അവിടെ എത്തിയിട്ട് പാറുമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ അടുത്തൊന്നും അങ്ങനെ കളിക്കാൻ ആളുകളൊന്നുമില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പാറുമോൾ ഇരുന്ന് കളിക്കാനായിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു കൂട്ടും കിട്ടി പാറുമോൾക്ക്. ഈ ഒരു മോളാണ് കേട്ടോ. ഏച്ചി ഏച്ചി എന്ന് വിളിച്ചുകൊണ്ട് പാറുമോളുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. എവിടെയുള്ള മോളാന്നൊന്നും അറിയില്ല. അവിടെ എത്തിയപ്പോൾ കൂടെ കിട്ടിയതാണ്. അപ്പോൾ പാറുമോൾക്ക് ഒരു കൂട്ട് കിട്ടിയല്ലോ, ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഏതിലൊക്കെ കയറണം എന്നുള്ള കൺഫ്യൂഷനിലാണ് പാറുമോള് നടക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വിളിച്ചാലൊന്നും വരില്ല. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോളാണേ. അപ്പോൾ ആ മോള് വന്ന് കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് സംസാരിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുമ്പോഴും വരുമ്പോഴൊക്കെ. അപ്പോൾ അവർ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അങ്ങനെ പാറുമോളെ അവസാനം ഒന്ന് കറക്കി വിട്ടു അച്ചുമോൻ. ഇനി ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് അച്ചുമോൻ പറയുന്നത്. അങ്ങനെ അവള് വരുന്ന ലക്ഷണമൊന്നും കാണാനില്ല. അങ്ങനെ അവിടെ തന്നെ കയറി അവിടെ നിന്നൊരു ചൂട് ചായയും ഒക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. ഇനി വീട്ടിലേക്ക് എത്തണം. കാരണം പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ട തയ്യാറെടുപ്പുകൾ വേണമല്ലോ. അപ്പോഴാണ് നമ്മുടെ തേപ്പ് വെട്ടി നമുക്ക് പണി തന്നത് കേട്ടോ. തേപ്പ് വെട്ടി എന്തോ ഓണാവുന്നില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, നമ്മുടെ വീട്ടിൽ പഴയ ഒരു പുരാതന വസ്തു എന്ന് നമ്മൾ തള്ളിക്കളഞ്ഞതാ ഈ തേപ്പെട്ടി തന്നെ എടുത്തു കേട്ടോ. അതിൽ കുറച്ച് ചിരട്ടയൊക്കെ കത്തിച്ച് അങ്ങോട്ട് തേച്ചു. എൻ്റെ അമ്മോ, എത്ര തേപ്പെട്ടികൾ വന്നാലും സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് വരില്ല കേട്ടോ. അത്രയും പെർഫെക്ഷനാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ പാറുമോൾക്ക് ഇവിടെ ഒരു അസൈൻമെന്റ് ഉണ്ട്. യൂട്യൂബ് നോക്കിയിട്ടാണ് പടം വരയ്ക്കുന്നത് കേട്ടോ. ഒരു പെണ്ണിന്റെ പടമാണ് വരയ്ക്കുന്നത്. എന്തൊക്കെയോ കഷ്ടപ്പെട്ട് അവിടെ ചെയ്യുന്നുണ്ട്. ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു.